സെൻറ്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയിരിപ്പ്. അവിടെ 11th എന്താക്കുക മോനെ പഠിക്കേണ്ടത്. ടെൻത്തിൽ കുഴപ്പമില്ലായിരുന്നു. 10th പിന്നെ ഞാനും വൈഫും ഒക്കെ ഞാൻ കൂടെ ഇരിക്കേണ്ടതാണ്. 12th ഇരിക്കേണ്ട വരുമെന്നറിയില്ല. 11th ഇരുന്നില്ല, ഞാൻ ഇരുന്നില്ല അവൻ്റെ കൂടെ. അവൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ 10th അത്രയും മാർക്കില്ല ഇപ്പോൾ ഫസ്റ്റ് ഇതായിട്ട്. അവിടുത്തെ പഠിപ്പിക്കൽ മോശമാണോ, ടീച്ചർമാർ മോശമാണോ, അത് ഇവൻ്റെ പഠിക്കൽ മോശമായിട്ടാണോ? ബ്രില്യൻറ്റിൽ ചെന്നിട്ട് അവിടെ മാത്സിനൊക്കെ 70 to 100 ഓരോന്ന് 100 കിട്ടി. പലവണയും 70 to 100 റേഞ്ചിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രിക്ക് അത്രയും കിട്ടാറില്ല, അതിനേക്കാളും താഴ്ന്ന് കിട്ടാറില്ല. പക്ഷേ മോക്കും 50 to 60% അവൾക്ക് ബ്രില്യൻ്റ് നടക്കുന്ന എക്സാമിനേഷൻ അവൾക്ക് 50 to 60%. അന്ന് 800 പേരിൽ അവൾ എപ്പോഴും മിഡിലിലാണ് വരാറുള്ളത്. പക്ഷേ ഇവൻ പലപ്പോഴും 1200 പേരിലുള്ളിൽ വരാറുണ്ട്. 800-1000 പേര് നടത്തണതില്ല. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഇതിന് മോശമാണ്. അല്ല, ഈ ഫസ്റ്റ് അവരുടെ സെമസ്റ്ററിൽ ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിനും റിസൾട്ട് പോരാ. അത് അവരുടെ പഠിക്കൽ ശരിയാവാനായിട്ടാണോ, അവരുടെ സ്കൂളിലെ പഠിപ്പിക്കലും മോശമായിട്ടാണോ എന്താണെന്നറിയില്ല. കാരണം കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചൊക്കെ വേറെ ടീച്ചർമാരാണ്. ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ +1 +2 വേറെ ടീമാണ്. ഒന്നെങ്കിൽ അവരുടെ പഠിപ്പിക്കൽ മോശമായിരിക്കും, പിള്ളേർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. അത് പുള്ളിയുടെ എഫേർട്ട് കൊടുക്കാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. CBSE സ്കൂളിൽ ഒന്നെങ്കിൽ ടീച്ചർമാരെ പഠിപ്പിക്കൽ മോശമായിരിക്കും. പഴയ 10th ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 9ലും 11ലും പൊതുവെ ഓടിക്കൽ പഠിപ്പിക്കില്ല. അവർ 9ൻ്റെ ക്ലാസ് ജൂണിൽ തുടങ്ങി അവർ ഡിസംബർ ജനുവരി ആകുമ്പോൾ തീർത്തിട്ട് ഫെബ്രുവരിയിൽ അടുത്ത ഇത് തുടങ്ങും. 10th-ൻ്റെയും 9th 11th 12ലും 10ലും CBSE എക്സാം ഉള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ഓടിച്ചുവിട്ട് കൃത്യമായിട്ടൊന്നും പഠിപ്പിക്കുകയൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഈ പഠിപ്പിക്കലിനെ മോശമാണോ എന്നറിയില്ല. ഈ പിള്ളേർക്ക് മാർക്ക് കുറയണത് ഈ 9th-ലും 11th-ലും പിള്ളേർക്ക് കാര്യമായിട്ട് മാർക്ക് കുറയുന്നുണ്ട്. 9th-ലും ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ 9th-ലും 10th-നെ അപേക്ഷിച്ച് മാർക്ക് കുറവായിരുന്നു പിള്ളേർക്ക്. പിള്ളേരുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പമാണോ അത് ടീച്ചർമാരുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. CBSE സ്കൂൾ കടയിപ്പോൾ സ്കൂളിലുള്ള കാരണം 10th-ലെ സാർമാരായിരിക്കും. 10th വേറെ ടീമായിരിക്കും, 11th 12th വേറെ ടീമായിരിക്കും നോക്കണേ. പിള്ളേരുടെ കുഴപ്പമാണ് ടീച്ചർമാരുടെ കുഴപ്പമാണ് അതൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ബ്രില്യൻറ്റിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ബ്രില്യൻറ്റിൻ്റെ എക്സാംസിൽ അവൻ ഒരുമാതിരി 800 പേരിൽ ഒരു 10, 200, 300 താഴെ വയ്ക്കും. 300 റേഞ്ചിനുള്ളിൽ അവൻ വരാറുണ്ട്. അപ്പോൾ അത് 800-1000 പേരുടെ ലിസ്റ്റ് ഇടുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഇതാണ്. നമ്മുടെ പിള്ളേരാന്ന് പറഞ്ഞാൽ ഫസ്റ്റൊന്നും ആവാൻ പറ്റില്ലല്ലോ. പിള്ളേരിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം A+ കിട്ടിയ പിന്നെ പിള്ളേരാണ് അവിടെ പഠിക്കണത് മുഴുവൻ. ഇതിന് പ്രശ്നമാണെന്നറിയില്ല. ടെൻത്തിന് പിന്നെ വൈഫൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരുന്നു അവനോട്. അത് 11th ആയപ്പോൾ അവൻ കുറച്ചുകൂടെ സീനിയറായില്ല. പുള്ളി തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ 10th ഞാൻ ഫുൾ ടൈം കൂടെ ഇരിക്കുമായിരുന്നു. എനിക്കറിയാമായിരുന്നു അവൻ എന്തോരം പഠിച്ചിട്ടുണ്ട്. അവൻ അവൻ്റെ മാർക്ക് 90 to 98 ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ 10 ടെസ്റ്റ് പേപ്പർ എടുത്തതിൽ എല്ലാത്തിനും 92 to 98 റേഞ്ചിലാണ് അവൻ്റെ മാർക്ക് വന്നത്. അപ്പോൾ 10th എക്സാം ആകാൻ പോണതിന് മുമ്പ് എനിക്ക് അറിയാമായിരുന്നു അവൻ്റെ ഫൈനൽ മാർക്ക് എത്രയായിരിക്കും. It will be between 92 to 98. പക്ഷേ അത് ഈ കൊല്ലം ഞാൻ അതുപോലെ നോക്കിയിട്ടില്ല. 9ൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. 9 സെക്കൻഡ് ടൈമിലേ ഞാൻ നോക്കിയുള്ളൂ. ഫസ്റ്റ് ടൈമിൽ ഇതുപോലെ ഞാൻ നോക്കിയില്ലായിരുന്നു. 9 സെക്കൻഡ് ടൈം മുതലാണ് ഞാൻ നോക്കി തുടങ്ങി അവനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്.
ചാട്ടവും മരം ഒന്ന് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സമാധാനമായിട്ട് പോകാം. ഒരു ആവശ്യമില്ലാതെ അവരവിടെ കുത്തി